ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ഗുഡ് മോർണിംഗ്. ചോദ്യം നമ്പർ 151 ശ്രീ കെ പ്രേംകുമാർ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ. സർ, എ നടത്തിയിട്ടുണ്ട്. ബി ഈ സർക്കാരിൻ്റെ കാലത്തും മുൻപുള്ള 2 സർക്കാരുകളുടെ കാലത്തും ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യ വിൽപ്പനയുടെ കണക്ക് ഞാൻ വായിക്കുന്നില്ല സർ, ഇവിടെ ടേബിൾ ചെയ്തിട്ടുള്ള ഉത്തരത്തിലുണ്ട്. സർ, അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, 2011-12 ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യത്തിൻ്റെ വിൽപ്പനയുടെ അളവ് 2011-12 241.78 ലക്ഷം കേസായിരുന്നു. 241.78 ലക്ഷം കേസ്. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് 2024-25 അത് 228.60 ലക്ഷം കേസാണ്. അപ്പോൾ 241.78 നിന്ന് 228.60 കുറയുകയാണ് ചെയ്തത്. തൊട്ട് മുമ്പത്തെ വർഷവും 2023-24 221 ലക്ഷം കേസാണ്. 2022-23 224 ലക്ഷം കേസാണ്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഇത് കുറവാണ് എന്നാണ് കാണുന്നത്. സി, മദ്യത്തിനും മയക്കുമരുന്ന് ഉപയോഗത്തിനുമെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനായി എക്സൈസ് വകുപ്പിൽ 2016 ഒക്ടോബറിൽ വിമുക്തി മിഷൻ രൂപീകരിച്ചിരുന്നു. വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണം, സാമൂഹ്യനീതി, വനിതാ ശിശു വികസനം, പോലീസ്, കായികം, സാംസ്കാരികം തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളുടെയും NSS, SPC, NCC തുടങ്ങി റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയിട്ടുള്ള ഏജൻസികളുടെയും സംഘടനകളുടെയും സഹായത്തോടെ വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശദമായിട്ടുള്ള മറുപടി ടേബിൾ ചെയ്യാം. യെസ്, ശ്രീ കെ പ്രേംകുമാർ. സർ, മദ്യത്തിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതിൽ വിമുക്തി മിഷന്റെ പ്രവർത്തനം എത്രമാത്രം ഫലപ്രദമായിട്ടുണ്ട് എന്ന് വിശദമാക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, വിമുക്തി മിഷൻ പൊതുവിൽ ലഹരി വർജനം പ്രോത്സാഹിപ്പിക്കുക എന്ന സർക്കാർ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2016 മുതലുള്ള സർക്കാരിൻ്റെ നയം മദ്യവർജനത്തിൽ ഊന്നിയിട്ടുള്ളതാണ്. അതിനായി മദ്യത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനായി ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവലംബിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വിമുക്തിയുടെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ മദ്യത്തിൻ്റെ ഉപഭോഗം സംബന്ധിച്ച് 2 സർക്കാരുകളുടെയും മുമ്പുള്ള 2 സർക്കാരുകളുടെയും കാലത്തെ കണക്കാണ് ഇവിടെ ചോദ്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് 2012-13 എന്ന് ഞാനിവിടെ പറഞ്ഞു. 2016 വിമുക്തി മിഷൻ ആരംഭിച്ചിട്ടുള്ളത്. 2016 ശേഷം വന്നിട്ടുള്ള ഈ കുറവ് കാണിക്കുന്നത് വിമുക്തി മിഷൻ്റെ പ്രവർത്തനങ്ങൾ ഫലപ്രദമാണ്, അത് ലക്ഷ്യം കാണുന്നുണ്ട് എന്നതാണ്. സർ, ഇപ്പോൾ മൊത്തം മദ്യവിൽപ്പനയുടെ കണക്കെടുത്താലും നേരത്തെ പറഞ്ഞത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെതാണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും രണ്ടും ചേർത്ത് മൊത്തം മദ്യവിൽപ്പനയുടെ കണക്കെടുത്താലും 2011-12 339.6 ലക്ഷം കേസാണ്. 339.6 ലക്ഷം കേസ്. രണ്ടും ചേർത്താൽ 24-25 330.27 ലക്ഷം കേസാണ് വരുന്നത്. ഇപ്പോൾ 25 മാത്രമല്ല, കഴിഞ്ഞ ഒരു 15 വർഷത്തെ കണക്കെടുത്താൽ 2011-12 മുതൽ 24-25 വരെയുള്ള കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന രണ്ടും ചേർത്ത്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും ചേർത്ത് ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന ഉണ്ടായത് 2015-16 355.95 ലക്ഷം കേസ്. അതാണ് 330.27 ലക്ഷം കേസായിട്ട് കുറഞ്ഞത്. 25.73 ലക്ഷം കേസിൻ്റെ കുറവ് ആ 15-16 ഏറ്റവും കൂടുതൽ വിൽപ്പനയുണ്ടായ കാലവും ഈ തൊട്ട് മുമ്പത്തെ വർഷവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വിമുക്തി മിഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വിമുക്തി മിഷൻ മദ്യ ഉപഭോഗത്തിനും പൊതുവിൽ ലഹരി ഉപഭോഗത്തിനും എതിരായിട്ട്
സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ 14 ജില്ലകളിൽ വിമുക്തി മിഷന്റെ നേതൃത്വത്തിലുള്ള ഡി അഡിക്ഷൻ സെന്ററുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡി അഡിക്ഷൻ സെന്ററുകൾ മുഖേന 2025 ആഗസ്റ്റ് വരെ 1,52,320 പേർക്ക് OP-യിലും 12,114 പേർക്ക് IP-യിലും ചികിത്സ നൽകിയിട്ടുണ്ട്. സർ, വിമുക്തി മിഷന്റെ കീഴിൽ സംസ്ഥാനത്ത് 3 കേന്ദ്രങ്ങളിലായിട്ട് 3 ജില്ലകളിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലായി 3 മേഖലാ കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ മേഖലാ കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ വഴി 2025 ഓഗസ്റ്റ് വരെ 25,010 പേർക്ക് കൗൺസിലിംഗ് നൽകിയിട്ടുണ്ട്. ഇപ്പം നെയ്യാറ്റിൻകരയിൽ അതുപോലെ തന്നെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രം ഡി അഡിക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഡി അഡിക്ഷൻ സെന്റർ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, അതുപോലെ തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ധാരാളം പ്രവർത്തനങ്ങൾ വിമുക്തി മിഷൻ നടത്തുന്നുണ്ട്. വളരെ വിശദമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. ധാരാളം പ്രവർത്തനങ്ങളാണ് സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വിമുക്തി മിഷൻ നടത്തിയിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഡി അഡിക്ഷൻ സെന്ററിന് പുറമെ മറ്റേതെങ്കിലും നിലയിലുള്ള മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വകുപ്പ് തയ്യാറായിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമാക്കാമോ എന്നതാണ്. യെസ് മിനിസ്റ്റർ. സർ, ഡി അഡിക്ഷൻ സെന്ററുകൾ ഇതിന് അടിമകളായിട്ടുള്ള ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുമാത്രമല്ല, വിമുക്തി മിഷനും എക്സൈസ് വകുപ്പും നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും സ്വാധീനത്തിൽ അകപ്പെടാതിരിക്കാൻ ചെറുപ്പക്കാരെ, കുട്ടികളെ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അവരുടെ ഊർജം മറ്റ് ക്രിയാത്മകമായിട്ടുള്ള മേഖലകളിലേക്ക് വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ലോകത്താകെ സുപരീക്ഷിതമായിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രത്യൗഷധം എന്ന നിലയിൽ സ്പോർട്സിൻ്റെ ഉപയോഗത്തെ. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ടീം വിമുക്തി എന്ന പേരിൽ സ്പോർട്സ് ടീമുകൾ സ്കൂളുകളിലെ ലഹരി വിരുദ്ധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു വരികയാണ്. 5000-ഓളം ലഹരി വിരുദ്ധ ക്ലബ്ബുകളുണ്ട്. അവയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷം 2022, 23, 24 വർഷങ്ങളിലായി 1000 സ്പോർട്സ് ടീമുകൾ സ്കൂളുകളിലെ ലഹരി വിരുദ്ധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ രൂപീകരിച്ചു. സർ, ഈ വർഷം 500 സ്കൂളുകളിൽ കൂടി ലഹരി വിരുദ്ധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ടീം വിമുക്തി എന്ന സ്പോർട്സ് ടീം രൂപീകരിക്കും. അതിനുവേണ്ടി 60 ലക്ഷം രൂപയാണ് വകുപ്പ് വകയിരുത്തിയിട്ടുള്ളത്. ഈ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്പോർട്സ് മീറ്റ് ജില്ലാതലത്തിലും എക്സൈസ് സർക്കിൾ തലത്തിലും സംഘടിപ്പിക്കാറുണ്ട്. ദ ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന പേരിലാണ് സ്പോർട്സ് മീറ്റ് എല്ലാ വർഷവും നടത്തുന്നത്. ഈ വർഷം നിലവിൽ 220 മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ ചെസ് മത്സരം, സംവാദ മത്സരം, ചിത്രരചനാ മത്സരം, ഹ്രസ്വചിത്ര നിർമ്മാണ മത്സരം എന്നിവയൊക്കെ ടീം വിമുക്തി മിഷന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സർ, ഓരോ സ്കൂളുകളിലെയും ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, സഹായം, ഏകോപനം ഇതൊക്കെ എക്സൈസ് ഉദ്യോഗസ്ഥർ നൽകി വരുന്നുണ്ട്. ഇപ്പോൾ കരുതൽ, കവചം എന്നീ പേരുകളിൽ ഇതിനു വേണ്ടിയിട്ട് 2 കൈപ്പുസ്തകങ്ങൾ എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സർ, അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഈ പ്രവർത്തനങ്ങൾക്ക്, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ എക്സൈസ് ഉദ്യോഗസ്ഥരെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി, അവരെ അതിന് സജ്ജരാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥാപനം ബാംഗ്ലൂർ നിംഹാൻസിൻ്റെ നേതൃത്വത്തിൽ 142 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് എക്സൈസ് അക്കാഡമിയിൽ വെച്ച് പരിശീലനം നൽകിയിട്ടുള്ളതാണ്. മാത്രമല്ല, കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകുന്നതിന് ഇവരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ വർഷം 360 എക്സൈസ് ഉദ്യോഗസ്ഥർക്കാണ് ബോധവൽക്കരണ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനം നൽകുന്നത്. മറ്റ് വിദഗ്ധരുടെ സേവനവും ഇക്കാര്യങ്ങളിലെല്ലാം വകുപ്പ് സ്വീകരിക്കുന്നുണ്ട്. ശ്രീ KV സുമേഷ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിൻ സ്ക്വാഡ് വർക്കൊക്കെ നമ്മുടെ മിനിസ്റ്ററുടെയും ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വലിയ നിലയിൽ നടക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഈ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പുറത്തും അതിൻ്റെ പരിസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ, നമുക്ക് ഇത്തരം ഈ ടീമുകളെ പിടിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുമോ? ഇതിൽ അകപ്പെടുന്ന കുട്ടികൾക്ക് നമുക്കൊരു കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമോ? സർ, കൗൺസിലിംഗ് കേന്ദ്രങ്ങളുടെ കാര്യം ഞാനിവിടെ വിശദമായിട്ട് പറഞ്ഞു, അത് ആവർത്തിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് സ്കൂൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ്. സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് ഇതിനെ കാണുന്നത്. ഇപ്പോൾ 2025 ജനുവരി മാസം മുതൽ, ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ സ്കൂൾ പരിസരങ്ങളിൽ നടത്തിയ പരിശോധനകളുടെ എണ്ണം 30,374 സർ. 30,374 പരിശോധനകൾ കേരളത്തിലെ സ്കൂൾ പരിസരങ്ങളിൽ മാത്രം ഈ ജനുവരിക്കും ഓഗസ്റ്റിനും ഇടയിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 10 NDPS കേസുകളും 1511 കോട്ട്പ കേസുകളും കണ്ടെടുത്തിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത്
ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ മയക്കുമരുന്നിനെതിരായിട്ട് വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം 2022 ഓഗസ്റ്റ് 2 മുതൽ വലിയ ക്യാമ്പയിൻ തന്നെ നടന്നു വരികയാണ്. 4 ഘട്ടങ്ങൾ ആ ക്യാമ്പയിൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. 2025 ജൂൺ 26 മുതൽ ജനുവരി 26, 2026 ജനുവരി 26 റിപ്പബ്ലിക് ദിനം വരെ നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോധവൽക്കരണം മാത്രമല്ല, ബോധവൽക്കരണത്തോടൊപ്പം ശക്തമായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റും എന്നതാണ് സർക്കാരിൻ്റെ സമീപനം. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന പേരിൽ എക്സൈസ് ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷന് വലിയ പിന്തുണയാണ് മാധ്യമങ്ങളിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന്, എല്ലാ വിഭാഗം ആളുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്നുകൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിൻ്റെ 1ാം ഘട്ടത്തിൽ 6344 റെയ്ഡ് നടത്തി 962 പേരെ അറസ്റ്റ് ചെയ്തു. NDPS കേസുകൾ 527 രജിസ്റ്റർ ചെയ്തു. ആകെ 1489 കേസുകളും 6344 റെയ്ഡുകളും 1ാം ഘട്ടത്തിൽ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിൻ്റെ നടത്തി. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിൻ്റെ 2ാം ഘട്ടം ഏപ്രിൽ 21 മുതൽ മെയ് 16 വരെ നടത്തി. 1ാം ഘട്ടം വളരെ വിജയകരമായിരുന്നു എന്ന് കണ്ടപ്പോഴാണ് 2ാം ഘട്ടം കൂടി നടത്താൻ തീരുമാനിച്ചത്. സർ, 2ാം ഘട്ടത്തിൽ റെയ്ഡുകളുടെ എണ്ണം 6344 നിന്ന് 10893 ഉയർന്നു. കൂടുതൽ ശക്തമായിട്ടുള്ള റെയ്ഡുകൾ നടത്തി. അതുപോലെ തന്നെ സംയുക്ത റെയ്ഡുകൾ പോലീസുമായിട്ടും മറ്റും ചേർന്നുള്ള സംയുക്ത റെയ്ഡുകൾ 398 നടത്തി. സർ, ഈ 2ാം ഘട്ടത്തിൽ പരിശോധിച്ച വാഹനങ്ങളുടെ എണ്ണം 1,04,575 1,04,575 വാഹന പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. 1489 അബ്കാരി കേസുകളും 996 NDPS കേസുകളും ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിൻ്റെ 2ാം ഘട്ടത്തിൽ മാത്രം കണ്ടെടുത്തിട്ടുണ്ട്. സർ, ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തും എന്നാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. ആ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുന്നതിൻ്റെ കാഴ്ചകളാണ് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കേരളം കണ്ടിട്ടുള്ളത്. പോലീസിൻ്റെ ഓപ്പറേഷൻ ഡി ഹണ്ട്, ഒപ്പം എക്സൈസിൻ്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്, ഈ 2 പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഇത് നടത്തുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് നാം അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്നുള്ള തുമ്പ് തേടിക്കൊണ്ട് കേരളത്തിന് പുറത്തുള്ള പ്രഭവ കേന്ദ്രങ്ങളിലെത്താനും കേരളത്തിലെ പോലീസിനും എക്സൈസിനും കഴിഞ്ഞിട്ടുണ്ടെന്ന് അഭിമാനത്തോടു കൂടി തന്നെ ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ആന്റണി ജോൺ. സർ, ലഹരി മുക്ത കേരളത്തിനായി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ് സർ. ഇവിടെ ഈ മറ്റ് സംസ്ഥാനങ്ങളുമായി, മറ്റ് സ്റ്റേറ്റുകളുമായി കേരളത്തിലെ ഫോറിൻ ലിക്കർ ഷോപ്പുകളുടെ എണ്ണം ഒന്ന് കമ്പയർ ചെയ്യാൻ കഴിയുമോ സർ? യെസ് മിനിസ്റ്റർ. സർ, എൻ്റെ കയ്യിലിപ്പോൾ വിശദമായിട്ടുള്ള കണക്കില്ല. കേരളത്തിൽ 309 ബെവ്കോ ഔട്ട്ലെറ്റുകളാണ് ഉള്ളത്. ഓർമ്മയിൽ നിന്നാണ് ഇപ്പോൾ പറയുന്നത്. 309 ഉള്ളതെന്നാണ് ഏകദേശമായിട്ടുള്ള കണക്ക്. പക്ഷേ തമിഴ്നാട്ടിൽ അതിൻ്റെ 10 ഇരട്ടിയുണ്ട് സർ, 10 ഇരട്ടിയുണ്ട്. കർണാടകയിൽ അതിൻ്റെ ഒരു 15 ഇരട്ടിയെങ്കിലും ഉണ്ട് എന്നതാണ് വസ്തുത. ഒരു 5000-ലധികമാണ്. അത് വിൽപ്പനയും, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, വിൽപ്പനയും ഇതിൻ്റെ 10 മടങ്ങാണ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം എന്നതാണ്. ഇപ്പോൾ അപ്പോൾ 5000-ലധികമാണ് കർണാടകയിലെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം. തമിഴ്നാട്ടിലെ ടാസ്മാക്കിലെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം ഏതാണ്ട് 3000-ലധികം. കേരളത്തിലുള്ളതിൻ്റെ 10 ഇരട്ടിയാണ്. ശ്രീ K. ഉണ്ണികൃഷ്ണൻ. സർ, മയക്കുമരുന്നിൻ്റെ പ്രഭവ കേന്ദ്രം കണ്ടുപിടിക്കാനും അതിൻ്റെ വിതരണ ശൃംഖല തകർക്കാനും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇല്ലാതാക്കുന്നതിന് വിമുക്തി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങൂടെ വിശദീകരിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമോ എന്നും, നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഹോട്ടലുകളിൽ ഇപ്പോൾ നിലനിൽക്കുന്നതിൻ്റെ സമയക്രമം, നിയന്ത്രണ വിധേയമായിട്ടുള്ള മദ്യത്തിൻ്റെ ഉപയോഗം, അത് സംബന്ധിച്ചെല്ലാം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും അതുപോലെ കേരള ട്രാവൽ മാർട്ടെല്ലാം ചില പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് അവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ സന്നദ്ധമാകുമോ എന്നുകൂടി. യെസ് മിനിസ്റ്റർ. സർ, ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ കഴിഞ്ഞ 2 മദ്യനയങ്ങളിലായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ മദ്യനയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ മദ്യനയം അനുസരിച്ചിട്ടുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇൻ്റർനാഷണൽ ഇവൻറ്റുകൾ, കോൺഫറൻസസ് എന്നിവ, മൈസ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ നിയന്ത്രിതമായിട്ടുള്ള ചില ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇവൻറ്റുകളുടെ ബുക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലും മറ്റും. അപ്പോൾ നിലവിൽ പ്രാബല്യത്തിലുള്ള മദ്യനയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നത്.
ശ്രീ സനീഷ് കുമാർ ജോസഫ്. സർ, ചാലക്കുടിയിലെ ആദിവാസി ഉന്നതികളിലൊക്കെ മദ്യത്തിൻ്റെ വ്യാപനം വളരെ വ്യാപകമാണ് സർ. അതുകൊണ്ട് പല തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഏക ഡി അഡിക്ഷൻ സെൻ്ററാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ വിമുക്തി സെൻറ്റർ. അവിടെ ഡോക്ടർമാരുടെ അഭാവവും അതുപോലെ മറ്റ് സൗകര്യങ്ങളുടെ കുറവുകളും കൊണ്ട് പലപ്പോഴും വേണ്ട രീതിയിലുള്ള സേവനങ്ങൾ അവിടെ ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് പുതിയൊരു കെട്ടിടം നിർമ്മിച്ച് വിമുക്തി സെൻറ്റർ വിപുലീകരിച്ച് അതിനുവേണ്ട സൗകര്യങ്ങളും ജീവനക്കാരെ നിയമിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ? സർ, ബഹുമാനായിട്ടുള്ള MLA ഉന്നയിച്ചിട്ടുള്ള ചോദ്യ രൂപേണ ഉന്നയിച്ചിട്ടുള്ള ആവശ്യം അവിടുത്തെ ഡി അഡിക്ഷൻ സെൻറ്ററിനെ ശക്തിപ്പെടുത്തണമെന്നതാണ്. കൗൺസിലിംഗ് സെൻറ്ററിനെയും ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ്. അവിടെ കൂടുതൽ ജീവനക്കാരുടെ സേവനം ലഭ്യമാക്കണം എന്നതാണ്. ആ കാര്യം വളരെ അനുഭാവപൂർവ്വം തന്നെ പരിശോധിക്കുന്നതാണ്. പുതിയ കെട്ടിടത്തിൻ്റെ ആവശ്യം അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ അറിയിക്കാൻ, സഭയിലെ എല്ലാ അംഗങ്ങളെയും അറിയിക്കാനുള്ള ഒരു കാര്യം ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിനും മറ്റ് MLA മാർക്കുമൊക്കെ അവരവരുടെ സ്ഥലം, ഇപ്പോൾ അവിടെയാണ് ചാലക്കുടിയിലാണ് ഡി അഡിക്ഷൻ സെൻ്റർ ഉള്ളത്, ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് MLA ഫണ്ടിൽ നിന്ന് തുക വിനിയോഗിക്കുന്നതിനുള്ളൊരു അവസരമുണ്ട് എന്ന കാര്യം കൂടി ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീ മാത്യു ടി തോമസ്. മാത്യു ടി തോമസ്, പ്ലീസ്. സർക്കാർ തലത്തിൽ നടത്തുന്ന ഡി അഡിക്ഷൻ സെന്റേഴ്സ് വളരെ ഫലപ്രദമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മൈക്കുണ്ട്. യെസ്. സാർ, ബോധവൽക്കരണവും കൗൺസിലിങ്ങും ചികിത്സയും ഒക്കെ ഏറ്റവും ഫലപ്രദമായി ശാസ്ത്രീയമായി നടത്തുന്ന സ്വകാര്യ സ്ഥാപനങ്ങളും നാട്ടിൽ നിരവധിയായിട്ടുണ്ട്. സാർ, ഈ സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഒരു പ്രശ്നം, തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് അവർക്ക് സ്ഥാപന നിലയിലുള്ള ലൈസൻസ് കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ അത് പെടുത്തിയിരുന്നു. അവർക്ക് ലൈസൻസ് കിട്ടുന്ന കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രി കൂടിയായ അങ്ങ് ഫലപ്രദമായി ഇടപെടുമോ? എന്താണ് അതിൻ്റെ തടസ്സം എന്നത് പരിശോധിക്കും. യെസ് മിനിസ്റ്റർ. സർ, തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് പരിശോധിക്കാം. അത് പൊതുവായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ആ നിലയിൽ തന്നെ പരിശോധിക്കാം. ഓരോ കേസ് ടു കേസ് എന്ന നിലയ്ക്കാണെങ്കിൽ അങ്ങനെയും അത് പരിശോധിക്കാവുന്നതാണ്. ഒരു കാര്യം ഈ സഭയിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയും ഇവിടെയുണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റർ മീറ്റിൻ്റെ ഭാഗമായി അവിടെ ഉയർന്നു വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം, അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ലൈസൻസ് ചട്ടങ്ങൾ ഉദാരമാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം ആദ്യം പുറപ്പെടുവിച്ചിട്ടുള്ളൊരു വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നറിയിക്കുകയാണ്. പഞ്ചായത്ത് ലൈസൻസ് ചട്ടങ്ങൾ വിപ്ലവകരമായിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. തൊട്ട് പിന്നാലെ മുനിസിപ്പൽ ചട്ടങ്ങളും അതുപോലെ പരിഷ്കരിക്കുന്ന ഉത്തരവ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പൊതുവിലുള്ള ലൈസൻസ് ചട്ടങ്ങളുടെ കാര്യത്തിൽ ഇത് പ്രത്യേകമായിട്ട് പരിശോധിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഗൗരവമായി തന്നെ പരിശോധിക്കും. അങ്ങ് ഉയർത്തിയിട്ടുള്ള പ്രശ്നം നേരത്തെ ബഹുമാനായിട്ടുള്ള സനീഷ് കുമാർ ജോസഫിന്റെ ചോദ്യത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങയുടെ ചോദ്യത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് പറഞ്ഞത്. ശ്രീ കുറുക്കോളി മൊയ്തീൻ. സർ, ഈ സർക്കാർ വന്നതിന് ശേഷം മദ്യഷാപ്പുകളുടെ എണ്ണം ഏറെ വർദ്ധിച്ചു. ഈ മദ്യഷാപ്പുകളുടെ വർധനവനുസരിച്ച് തന്നെ മദ്യപാനികളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ വർദ്ധിച്ച് കുട്ടികളിലേക്ക് പോലും ഇത് വളരെ വലിയ വ്യാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേരള കൗമുദിയിലാണ് ഈ അടുത്തൊരു വാർത്ത വായിക്കുകയുണ്ടായി. 1057 വിദ്യാലയങ്ങൾ മദ്യ ലഹരി മാഫിയയുടെ പിടുത്തത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സൂക്ഷിക്കാൻ പോലും സംവിധാനങ്ങളുണ്ട് എന്നാണ് പത്രത്തിലെ വാർത്ത വായിക്കാൻ കഴിഞ്ഞത്. ഇത് തടയാൻ എന്തൊക്കെ നടപടികളാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്? കുട്ടികളിലെ വ്യാപനം തടയാൻ എന്തൊക്കെ മാർഗങ്ങൾ നമുക്കുണ്ട്? എന്തൊക്കെ മിനിസ്റ്റർ പ്ലീസ് ചോദ്യോത്തരത്തിന്റെ സമയത്ത് ഇങ്ങനെ അണ്ണസറി കമന്റ്സ് പറയില്ല പ്ലീസ് മിനിസ്റ്റർ. സർ, ഞാനത് ആണ് നേരത്തെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് വിശദമായി പറഞ്ഞത്. എന്നെല്ലാമാണ് സ്കൂളുകളിലെ ലഹരിയുടെ സ്വാധീനം തടയാൻ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളെന്ന് വിശദമായി തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. 30,000-ലേറെ സ്കൂൾ പരിസര പരിശോധനകൾ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ നടത്തിയിട്ടുണ്ട്. ആ പരിശോധനകൾ തുടരുകയുമാണ്. ശ്രീ ടി ഐ മധുസൂദനൻ. സർ, വിമുക്തി മിഷൻ മാതൃകാപരമായിട്ടുള്ള നിലയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. 9,000-ഓളം വിദ്യാർത്ഥികളെ ലഹരി കെണിയിൽ നിന്ന് മോചിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും അനുഭവം പങ്കുവച്ചത്. ചോദ്യം ഇതാണ്: ഇന്ന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, സന്നദ്ധ പ്രവർത്തകർ, SPC ഇവരെല്ലാം ഉൾപ്പെടുത്തി കൃത്യമായ തുടർ പരിശോധനയോടെയുള്ള സംവിധാനം ഫലപ്രദമാക്കുക. സർ,
പരിശോധനകൾ നിരന്തരമായിട്ട് നടന്നു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഏകോപിപ്പിക്കാനും സംസ്ഥാന തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധ്യക്ഷനായി, ജില്ലാതലങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അധ്യക്ഷരായി, അതുപോലെ തദ്ദേശ സ്ഥാപന തലത്തിൽ തദ്ദേശ സ്ഥാപന മേധാവികൾ അധ്യക്ഷരായി, വാർഡ് തലത്തിലും സ്കൂൾ തലത്തിലും PTA, മറ്റ് സന്നദ്ധ സംഘടനകൾ തുടങ്ങി ജനപ്രതിനിധികൾ എല്ലാവരും അടങ്ങുന്ന സമിതികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരിടത്തും അതില്ല, കേരളത്തിൽ മാത്രമാണുള്ളത്. ഇപ്പോൾ ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. സംസ്ഥാന തലം മുതൽ വാർഡ് തലവും സ്കൂൾ തലവും വരെ ഇത്തരത്തിലുള്ള സമിതികൾ പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വലിയ പിന്തുണയാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത്. അവരുടെ തന്നെ സജീവമായിട്ടുള്ള ഇടപെടലുണ്ട്. അധ്യാപകരെ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ യോദ്ധാവ് എന്ന ഒരു പദ്ധതി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പഴുതടച്ച പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സാർ, ഇതിൻ്റെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് നേരിട്ടൊരു കത്തെഴുതുകയാണ്. അദ്ദേഹം പ്രിയപ്പെട്ട മക്കളെ എന്ന് തുടങ്ങി വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം ലഹരിയുടെയും മറ്റ് ചതിക്കുഴികൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് തിരിച്ചറിയണം. അവയ്ക്കെതിരെ സദാ ജാഗ്രതയുള്ളവരായിരിക്കണം. പ്രത്യേകിച്ച് ലഹരിക്കെതിരെ സർക്കാർ നടത്തുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സജീവമായി അണിയേറണം. നമ്മുടെ ചുറ്റുമുള്ളവരെ ലഹരിയുടെ വരയിൽപ്പെടാതെ കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് ചുമതലയുണ്ട്. നല്ല വായനാശീലം വളർത്താനും പ്രത്യേകം ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞ് കേരളത്തിലെ 40 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്തെഴുതുകയാണ്. കത്ത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. സർ, നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു സ്കൂളുകളിലൊക്കെ വിമുക്തിയുടെ ഭാഗമായി ക്ലാസ് എടുക്കുന്നു, എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ ക്ലാസ് എടുക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് വലിയ ട്രെയിനിങ് കൊടുക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഇതിനകത്ത് 2 പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ മറ്റുള്ള പോകുമ്പോൾ അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അവർക്ക് അതിലെ സ്ട്രെങ്ത് കുറവാണ് നമ്മുടെ എക്സൈസ് വകുപ്പിൽ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ അതൊരു പ്രശ്നം. 2 എന്ന് വെച്ചാൽ ഇവർ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല കുട്ടികളും അലക്ഷ്യമായിരിക്കും, ഇതൊന്നും കേൾക്കുന്നില്ല. അവരവരുടെ ഒരു ഡ്യൂട്ടി എന്നതിൽ പറഞ്ഞങ്ങോട്ട് പോവുകയും ചെയ്യുന്നത്. സർ, അവിടെ ചെയ്യേണ്ടത് മോട്ടിവേഷൻ സ്പീച്ച് എടുക്കുന്ന നല്ല നല്ല വ്യക്തികൾ, ചെറുപ്പക്കാരുണ്ട്, എല്ലാ ലെവലിലുള്ള ആളുകളുമുണ്ട്. ആ മോട്ടിവേഷൻ സ്പീച്ച് എടുക്കുന്ന വ്യക്തികളെ നമ്മൾ എക്സൈസ് വകുപ്പ് കൊണ്ടുവന്ന് അവർ മോട്ടിവേഷൻ സ്പീച്ച് എടുക്കുന്ന ക്ലാസ് എടുത്താൽ പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരിക്കുള്ളൂ. അത് കേൾക്കാനും അത് മനസ്സിലേക്ക് അത് അവർക്ക് അതേ രീതിയിൽ തന്നെ അത് ഉൾക്കൊള്ളാൻ രീതിയിൽ അവർ ക്ലാസ് എടുക്കും. അങ്ങനെ എക്സൈസ് വകുപ്പ് ഇതിനെ താല്പര്യമെടുത്ത് അത് നടപ്പിലാക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാനുള്ളത്. സാർ, ഞാൻ നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു, നമ്മൾ വകുപ്പിൽ നിന്ന് നിംഹാൻസിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ പരിശീലനം കൊടുത്തിട്ടുള്ള ആളുകൾ, ഉദ്യോഗസ്ഥരുണ്ട്. അതിന് പുറമെ മറ്റ് വിദഗ്ധരെയും, സൈക്യാട്രിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ തുടങ്ങിയിട്ടുള്ള വിദഗ്ധരുടെ സേവനവും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇവിടെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലെയും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിദഗ്ധരുടെ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. വലിയ പ്രതികരണമാണ് അതിന് കിട്ടിയത്. ആ ഹാള് നിറഞ്ഞു കവിഞ്ഞ് പങ്കാളിത്തമുണ്ടായി. അവരുടെ എല്ലാം സേവനം ഇപ്പോൾ പല നിലയിൽ ഈ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഈ മോട്ടിവേഷൻ സ്പീച്ച് എടുക്കുന്നവരെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ മോട്ടിവേഷൻ സ്പീച്ച് എന്ന പേരിൽ നടത്തുന്ന പല സ്പീച്ചും അത്ര മോട്ടിവേറ്റിംഗ് അല്ല എന്നുള്ള പ്രശ്നം കൂടി നമ്മൾ ശ്രദ്ധയപ്പെടേണ്ടതുണ്ട്. അതിൽ ഉപയോഗിക്കാൻ പറ്റുന്നവരെ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാം. വിദഗ്ധരെ ശാസ്ത്രീയമായിട്ട് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നവരെ നമുക്ക് ഉപയോഗിക്കാം. മോട്ടിവേഷൻ സ്പീച്ച് എല്ലാം വളരെ ശാസ്ത്രീയ അടിത്തറയോടുകൂടിയൊന്നും നടത്തുന്നതല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം പാടെ തള്ളിക്കളയുകയല്ല, പക്ഷേ ഈ ജാഗ്രതയോടുകൂടി നമുക്ക് ഉപയോഗിക്കാവുന്ന എല്ലാവരെയും ഉപയോഗിക്കാം.